എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇടയിൽ മിക്ക ആൾക്കാർക്കും ഇപ്പോഴുള്ള കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ശരിയായിട്ടുള്ള ബ്രാ സൈസ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് ഈ ബാൻഡ് സൈസ്, എന്താണ് കപ്പ് സൈസ്, എന്താണ് ABCD, എന്താണ് 28, 30, 32, ഈ നമ്പേഴ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷനുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെയിം ടോപ്പിക്കിൽ 2019 4 വർഷം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ബ്രാ സൈസ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷൈയവേ ആണ് കേട്ടോ. ഷൈയവേ ആണ് നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ബ്രാ സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അതിനുശേഷം ഞാൻ ഷൈയവേന്ന് എന്തൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങിക്കണമെന്നുള്ളതും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും നേരെ വയ്ക്കണം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ബ്രാ സൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുക. നിന്നതിന് ശേഷം നമ്മൾ മെഷറിംഗ് ടേപ്പ്, നമ്മൾ അളക്കാൻ എടുക്കുന്ന മെഷറിംഗ് ടേപ്പ് എടുത്തതിന് ശേഷം ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ബാൻഡ് സൈസ് ആണ്. നമ്മുടെ ബാൻഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ്റ്റ് ഏരിയന്റെ താഴെയുള്ള ഭാഗം, ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ കടലിൽ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ബാൻഡ് സൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബസ്റ്റ് ഏരിയന്റെ താഴെയുള്ള ഭാഗം, ഇത് നമ്മൾ എത്രയാണ് സൈസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നേക്കാൾ മുന്നേ നമ്മൾ ഒരുപാട് എന്താ പറയുക, പാഡഡ് ബ്രാസ് നമ്മൾ ഇടാൻ പാടില്ല. നോർമൽ ആയിട്ടുള്ള ബ്രാ ഇട്ടിട്ടാണ് നമ്മൾ അളക്കേണ്ടത്, എന്നാലാണ് ശരിയായിട്ടുള്ള അളവ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോർമൽ നമ്മൾ വീട്ടിലിരുന്ന ബ്രാ ഇട്ടിട്ട് നമ്മൾ മെഷർ ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ബാൻഡ് സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബസ്റ്റ് ഏരിയ, അതായത് ഈ ഒരു ബസ്റ്റ് താഴെയുള്ള ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് എത്രയാണ് നമ്പർ കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ലാണ്ട് നമ്മൾ മെഷർ ചെയ്യാം. അപ്പോൾ മെഷർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം, അതായത് കിട്ടുന്ന നമ്പർ ഒരു സപ്പോസ് ഒരു 30.5 എന്ന് വിചാരിച്ചോ. 30.5 ആണെന്നുണ്ടെങ്കിൽ നമ്മളത് 31 ആക്കുക. ഇനി സപ്പോസ് 31.5 ആണെന്നുണ്ടെങ്കിൽ 32 ആക്കുക. എന്നിട്ട് ഈ നമ്പർ ഈവൻ നമ്പറിലേക്ക് ആക്കണം. നമ്മൾ എപ്പോഴും ബ്രാ സൈസിന്റെ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്പർ എപ്പോഴും 30, 32, 34 ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാം ഈവൻ നമ്പറിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇത് നമ്മൾ ഈവൻ നമ്പറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ബാൻഡ് സൈസ് നമ്മൾ ഈവൻ നമ്പറിലേക്കായിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് 31 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ബാൻഡ് സൈസ് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു 5 കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബാൻഡ് സൈസ് എന്ന് പറയുന്നത് 36 ആണ്. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം, വിശദമായിട്ടുള്ള സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 31 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 36 ആണ് നിങ്ങളുടെ ബാൻഡ് സൈസ് വരുന്നത്. ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബാൻഡ് സൈസ് എന്ന് പറയുന്നത് 36 ആണ്. സപ്പോസ് നിങ്ങൾക്ക് 32 ആണ് കിട്ടുന്ന സൈസ്, അതായത് നിങ്ങൾ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 32 ആണ് മെഷറിംഗ് ടേപ്പിൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 4 കൂട്ടുക. അപ്പോഴും ബാൻഡ് സൈസ് എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ നിങ്ങളുടെ ബാൻഡ് സൈസ് നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ് സൈസ് കണ്ടുപിടിക്കാനുള്ള മാർഗം. ഈവൻ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ 5 കൂട്ടുക അല്ലെങ്കിൽ 4 കൂട്ടുക, ഇത്രയാണ് പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ ബാൻഡ് സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കപ്പ് സൈസ്, അതായത് നമ്മുടെ ബസ്റ്റ് ഏരിയന്റെ സൈസ്, നമ്മുടെ കപ്പ് സൈസ് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്. കപ്പ് സൈസ് കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബസ്റ്റ് ഏരിയ മെഷർ ചെയ്യുക. ഇതേപോലെ തന്നെ ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ലാണ്ട് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന, അതായത് മെഷർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നമ്പർ ഒരു 37 ആണെന്ന് വിചാരിച്ചോ. ഈ 37 നമുക്ക് നമ്മുടെ ബാൻഡ് സൈസ് നമ്മൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് 36 ആണെന്നുള്ളത്. അതായത് നമുക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് 36. അപ്പോൾ ഈ 37 നമ്മൾ 36 ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. 1 ആവുമ്പോൾ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് സപ്പോസ് നമുക്ക് കിട്ടുന്ന ബസ്റ്റ് ഏരിയ മെഷർ ചെയ്തപ്പോൾ കിട്ടുന്നത് 38 ആണെന്നുണ്ടെങ്കിൽ 38ഉം 36ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബിന്ന് എടുക്കാം. അതേപോലെ തന്നെ കിട്ടുന്ന ഡിഫറൻസ് 3 ആണെന്നുണ്ടെങ്കിൽ സി, കിട്ടുന്ന ഡിഫറൻസ് 4 ആണെന്നുണ്ടെങ്കിൽ ഡി. ഇങ്ങനെ നമുക്ക് ABCD അങ്ങനെ നമ്മൾ ഓരോന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഇതിന് സ്ക്രീൻഷോട്ട് കൊടുക്കാം. എന്താണ് ABCD നോക്കണം. എനിക്ക് സപ്പോസ് എനിക്ക് കിട്ടിയ നമ്പർ 38 ആണെന്നുണ്ടെങ്കിൽ 36 2ന് നമ്മൾ ബി ആണ്. അപ്പോൾ 36B ആണ് നമ്മുടെ ബ്രാ സൈസ്. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഏതാണോ നമ്മുടെ കിട്ടുന്ന നമ്പർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഏതാണ് സൈസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വലിയ കണക്കോ വലിയ മാത്തമാറ്റിക്സിൽ വലിയ പുലിയാവണമെന്നൊന്നുമില്ല ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ പരിപാടി. നമുക്ക് എങ്ങനെയാണ് ബ്രാ സൈസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഷൈയവേന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ,
അതിൽ ഏറ്റവും ആദ്യത്തെയാണ് ഈ ഒരു പീരീഡ് പാൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരീഡ് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻറ്റീസ്. അതായത് നമുക്ക് എന്താ പറയുക, ഒരുപാട് ഓവർഫ്ലോ ഒക്കെ ഉള്ള സമയത്താണ്, അതായത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോങ് നമുക്ക് ഇപ്പോൾ ഒരു ട്രാവൽ പോവാണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓഫീസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പീരീഡ് പാൻറ്റീസ് നമുക്ക് ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, പാഡ് ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിന്ന് ലീക്ക് ആവുമെന്ന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു 3 ലെയർ ഒരു പ്രത്യേക രീതിയിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പീരീഡ് പാൻറ്റി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒരു 3 ലെയർ ഉണ്ട്. ഇതിന്റെ താഴെ ഉണ്ട് ഒരു ലെയർ, അതേപോലെ തന്നെ മുകളിലും ഉണ്ട് ഒരു ലെയർ, നടുവിൽ ഒരു പ്രത്യേക തരം ഒരു തുണി പോലത്തെ ഒരു സിലിക്കോ എന്തോ ഒരു സാധനം വെച്ച് ചെയ്തൊക്കെയാണ്. അത് വെച്ചിട്ട് നമ്മൾ അതിൽ പാഡ് വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ലീക്ക് ആയാലും നമ്മുടെ ഡ്രസ്സിൽ സംഭവം വരില്ല. അത്രയും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു പാൻറ്റിയാണ് ഈ ഒരു പീരീഡ് പാൻറ്റി എന്ന് പറയുന്നത്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള, നല്ല തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. നമ്മൾ എന്താ പറയുക, സാധാരണ പാൻറ്റീസ് പോലെ ഒരുപാട് സ്മൂത്ത് അല്ല, അത്രയ്ക്കും ഭയങ്കര ഒരു തിക്കായിട്ടുള്ള ഈ ഒരു പോർഷനിൽ തിക്കായിട്ടുള്ള ഒരു 3 ലെയർ ആയിട്ടാണ് വരുന്നത് ഇത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാൻറ്റിയാണ്. ഒരുപാട് ഓവർഫ്ലോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരുപാട് പേര് വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷൈയവേന്നാണ് ആദ്യമായിട്ട് ഞാൻ വാങ്ങി ഓർഡർ ചെയ്ത് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ് കേട്ടോ. പിന്നെ അടുത്തത് ഇവരുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ബ്രാ. അതായത് ഒരുപാട് കളക്ഷൻ ഇവർക്ക് ഇതിലുണ്ട്. എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും, അതായത് പുഷപ്പ് ബ്രാ, സ്പോർട്സ് ബ്രാ, അതേപോലെ തന്നെ എന്താ പറയുക അണ്ടർ വയേർഡ് ബ്രാ, ഇനി വയേർഡ് അല്ലാത്ത ബ്രാ, എന്താ പറയുക സ്ട്രാപ്ലെസ് ബ്രാ, അങ്ങനെ എന്തൊക്കെ ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അന്നത്തെ ക്വാളിറ്റിയും ഇന്നത്തെ ക്വാളിറ്റിയിലും ഒരുപാട് ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. അവരുടെ ഈ ഒരു എന്താ പറയുക, ഈ പാഡ് തന്നെ ഒരുപാട് പാഡ് വെച്ചിട്ടുള്ള ബ്രായൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ബ്രായും ഇന്നത്തെ ബ്രായും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ സ്ട്രാപ്പ് ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. കണ്ടില്ലേ, നല്ല ഒരുപാട് കളേഴ്സിലുണ്ട്. ഞാനൊരു ന്യൂഡ് കളറിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ബ്ലൂ കളറിൽ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്രേ, ഇങ്ങനെ 3 എണ്ണം ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു പൈജാമ നൈറ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റാണ് കേട്ടോ. ഇത് നല്ല രസമുള്ള കളറാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായത്, ഇതിന്റെ സൈസ് ഞാൻ വാങ്ങിച്ചത് L ആണ്, XL ആയിരുന്നു ഓർഡർ ചെയ്യുന്നത്. കാരണം നൈറ്റ് സ്യൂട്ട് ആകുമ്പോൾ കുറച്ചിങ്ങനെ ലൂസായിട്ടൊക്കെ ഇടുന്നതല്ലേ ഭംഗി ഉണ്ടാവുക. L ആകുമ്പോൾ കുറച്ചിങ്ങനെ കറക്റ്റാണ്, പക്ഷെ നമുക്ക് കുറച്ചൊരു ലൂസായിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക ഈ നൈറ്റ് സ്യൂട്ടൊക്കെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം മാറിപ്പോയി. എന്തായാലും ഞാൻ ഇത് റിട്ടേൺ ചെയ്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്, XL എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ്, നല്ല ബ്രൗൺ കളറാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇതിന്റെ 2 കളർ ഉണ്ടായിരുന്നു, ഒരു ബ്ലൂവും പിന്നെ ഈ ഒരു ബ്രൗണും. എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ എന്താണ് XL എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഞാൻ മാറ്റിയിട്ട് ഇത് എന്തായാലും XL ആക്കും. അപ്പോൾ ഇതിന്റെ പാൻറ്റും നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റാണ്. ഇതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെ ഇതേ സെയിം കളർ തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ സെയിം കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലുള്ള നൈറ്റ് സ്യൂട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് ഐറ്റംസ് ആണ് ഞാൻ ഷൈയവേന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഷൈയവയുടെ കൂപ്പൺ കോഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടെ. നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഒരുപാട് ഉപകാരപ്പെടും നിങ്ങൾക്ക്. ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട് ഷൈയവയിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം. ബൈ.